ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMThing. നമ്മൾ ഇന്ന് അവസാനത്തെ യൂണിറ്റ്, അവസാനത്തെ ചാപ്റ്റർ ആണ് റിവിഷൻ ചെയ്യുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്ക്, ഭാഗം 1, പാർട്ട് 1 റിവിഷൻ ആണ്. ഒന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ലെസൺ ആണ്. 7 മാർക്കിന്റെ ചോദ്യം ഈ ലെസണിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും, ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ദ മാർക്ക് സ്കോർഡ് ബൈ 5 സ്റ്റുഡൻസ് ഇൻ മാത്തമാറ്റിക്സ് ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ മീൻ. 72, 68, 54, 46, 80. അതായത് 5 കുട്ടികൾക്ക് പരീക്ഷയിൽ കിട്ടിയ മാർക്കാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. മാർക്കുകളുടെ മാധ്യം കാണുക. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? 5 പേര് ടോട്ടൽ ബൈ നമ്പർ, മീൻ ഇസ് ഈക്വൽ ടു മാധ്യം എന്ന് പറയുന്നത് സം ഓഫ് ദ ഒബ്സർവേഷൻസ്, sum of the observations by number of observations. Number of observations. സിംഗിൾ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ഗ്രൂപ്പ്ഡ് ഡേറ്റ ആണെങ്കിൽ വേറെ രീതിയിൽ ചെയ്യേണ്ടി വരും. 72 പ്ലസ് 68 പ്ലസ് 54 പ്ലസ് 46 പ്ലസ് 80 എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലേ? 5 എത്ര കിട്ടും? 320 കിട്ടും. 320 by 5 equals 74. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്കോർസ് awarded to 9 students for 1 subjects are given below. Find the mean and median. 15, 12, 25, 10, 3, 18, 17, 20 and 6. മാധ്യവും മധ്യമവും. മാധ്യം, മധ്യമം. മീൻ എന്ന് പറയുന്നത് മാധ്യം. മീൻ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ദ ഒബ്സർവേഷൻസ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ, അതായത് ചെറുതിന്ന് വലുതിലോട്ടോ വലുതിന്ന് ചെറുതിലോട്ടോ എഴുതിയിട്ട് നടുക്ക് വരുന്നതാണ് മീഡിയൻ. ഇവിടെ 9 പേരുള്ളതുകൊണ്ട് നടുക്ക് 5ാമത്തെ ആള് വരും അല്ലേ? 5ാമത്തെ ആള് നടുക്ക് വരുന്ന ആള്. അപ്പൊ ആദ്യം നമുക്ക് മീൻ കാണാം. മാധ്യം കാണണമെങ്കിൽ അസെൻഡിങ് ഓർഡറോ ഡിസെൻഡിങ് ഓർഡറോ ആക്കണമെന്നൊന്നും നിർബന്ധമില്ല. 10 പ്ലസ് 3 പ്ലസ് 18 പ്ലസ് 17 പ്ലസ് 20 പ്ലസ് 6 ഹോൾ ഡിവൈഡഡ് ബൈ 9. നമുക്ക് 126 എന്ന് കിട്ടും. 126 by 9 ഈക്വൽസ് 14. ഇനി മീഡിയൻ കാണുന്നതിന് നമുക്ക് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ എഴുതണം. ചെറുതിന്ന് വലുതിലോട്ടോ വലുതിന്ന് ചെറുതിലോട്ടോ എഴുതണം. അപ്പോൾ ഏറ്റവും ചെറുത് 3, പിന്നെ 6, 10, 12, 15, 17, 18, 20, 25. നോക്കിക്കേ, ഇതിന് നടുക്ക് വരുന്നത് 15. അപ്പുറം 4, ഇപ്പുറം 4. അപ്പം മീഡിയൻ എന്ന് പറയുന്നത് എത്ര? മീഡിയൻ ഈക്വൽസ് 15. അതായത് 9 പ്ലസ് 1 ബൈ 2 മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് 7 നമ്പേഴ്സ് വിത്ത് മീഡിയൻ 25. നടുക്ക് 25 വേണമെന്നേ ഉള്ളൂ. 7 അക്കങ്ങൾ, 7 നമ്പേഴ്സ് വേണം. അതിൽ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. 25 നടുക്ക് വേണമെന്നേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം 28, 29 എണ്ണമല്ലേ? അപ്പം 3 വേണം. 31, 22, 18, 16, 2, 3, 4, 5, 6, 7. അപ്പം നടുക്ക് ഏതാ? ഇപ്പൊ അസെൻഡിങ് ഓർഡറിലാണ് ഞാൻ എഴുതി. നാലാമത്തെ ചോദ്യം, സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 180. ഫൈൻഡ് ഇറ്റ്സ് ഫിഫ്ത്ത് ടേം. ഫൈൻഡ് ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 180 ആണ്. 5ാം പദം എത്ര? ആദ്യത്തെ 9 പദങ്ങളുടെ മീനും മീഡിയനും, അതായത് മാധ്യവും മധ്യമവും കാണുക. ഓക്കെ, നമുക്ക് ചെയ്യാം. സം ഓഫ് 9 ടേംസ് ഈസ് ഈക്വൽ ടു 180. 9 പദങ്ങളിൽ നടുക്കത്തെ പദം അല്ലേ 5ാം പദം? അതെങ്ങനെ കണ്ടുപിടിക്കുക? n പ്ലസ് 1 ബൈ, ഇത് ഓഡ് നമ്പർ അല്ലേ? അപ്പൊ അതിന് നടുക്ക് ഒരാളുണ്ടായിരിക്കും അല്ലേ?
n+1/2th ടേം ഈസ് ദ മിഡിൽ ടേം. ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10, 10ൻ്റെ പകുതി 5, 10/2 5. അഞ്ചാമത്തെ ടേം ആണ് മിഡിൽ ടേം. അപ്പോൾ x5 ഈസ് ദ മിഡിൽ ടേം. അതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്ന? 180 സം ബൈ നമ്പർ. അപ്പോൾ എത്ര കിട്ടി? 20 കിട്ടി. അഞ്ചാം പദം ആദ്യത്തെ ആൻസറായി. അഞ്ചാം പദം 20. ഇനി ആദ്യത്തെ 9 പദങ്ങളിൽ അതിൽ നിന്ന് മീനും മീഡിയനും കണ്ടുപിടിക്കണം. അപ്പോൾ 9 പദങ്ങളുടെ സം 180 അല്ലേ? അതിൻ്റെ മീൻ എങ്ങനെയാണ് കാണുന്നത്? മീൻ ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ. എത്ര കിട്ടും? 20 കിട്ടും അല്ലേ? ഇനി മീഡിയൻ ആണെങ്കിലോ മധ്യമം. അപ്പോൾ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എന്താണെന്നറിയാൻ സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിൽ നടുക്കത്തെ പദം അഞ്ചാം പദം, അത് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 20. അപ്പം മീഡിയൻ അല്ലേ നടുക്കത്തെ പദം എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പദമാണ് മീഡിയൻ. അപ്പം 9 പദങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടുക്കത്തെ പദം മീഡിയനാണ്. അപ്പം ഇവിടെ മീഡിയൻ 20 തന്നെ കിട്ടുന്നുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, മന്ത്ലി ഏർണിംഗ്സ് ഓഫ് 25 ഹൗസ് ആർ ഗിവൺ ബിലോ. If the families are arranged according the monthly income, which family's earnings is assumed as median? Find the median monthly earnings. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. 4000 മേടിക്കുന്നവർ 5000, 6000, 7000, 8000 വരെ. ഇനി ഒരു പ്രദേശത്തെ 25 കുടുംബങ്ങളിലെ മാസവരുമാനം ചുവടെ തന്നിരിക്കുന്നു. മാസവരുമാനത്തെ അടിസ്ഥാനത്തിൽ കുടുംബത്തിലെ വരുമാനത്തിൻ്റെ മാധ്യമം കണ്ടുപിടിക്കുക. മാധ്യമമായ മാസവരുമാനം കാണുക. ഓക്കെ, ഇങ്ങനെ 2 കോളം വരച്ച്, അതായത് നോക്കിക്കേ, 4000 വരുമാനം മേടിക്കുന്ന 3 കുടുംബങ്ങൾ, 4000, 4000, 4000, അങ്ങനെ 3 കുടുംബം. 5000 മേടിക്കുന്ന 7 പേര്, 6000 മേടിക്കുന്ന 8 കുടുംബം, 7000 മേടിക്കുന്ന 6 കുടുംബങ്ങൾ, 8000 മേടിക്കുന്ന 1 കുടുംബം. അപ്പോൾ ഇതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി. 3 പേര്, എണ്ണം പറയുന്ന ഒരാളല്ല, 3 പേര്, 7 പേര്, 8 പേര്, 6, 1. ഇതിനെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയും. പക്ഷേ നമുക്ക് ഈ മീഡിയം കാണണമെങ്കിൽ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ ആഡ് ചെയ്ത് എഴുതണം. അതായത് 3000, 4000 വരെ അപ് ടു 4000. നമ്മുടെ ടേബിൾ ഇങ്ങനെ മാറ്റി എഴുതണം. അപ് ടു 4000. 4000 വരുമാനം വരെ എത്ര കുടുംബങ്ങൾ? 3 പേര് അല്ലേ? ഇനി അപ് ടു 5000. അപ്പോൾ 5000 വരെ എന്ന് പറയുമ്പോൾ ഈ 4000 മേടിക്കുന്നവർ 5000 പെടത്തില്ല. 5000-നകത്ത് 5000 വരെ എന്ന് പറയുമ്പോൾ 4000 മേടിക്കുന്നവരും അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. 3, 7, 10. ഇതിനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആവർത്തിച്ച് എഴുതുന്നതിനാണ്, ഓരോ ഫ്രീക്വൻസികളും ആവർത്തികളും കൂട്ടി എഴുതുന്നതിനാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ് ടു 6000, 6000 വരെ 3, 7 കഴിയും, പിന്നെ 8 കൂടെ കൂട്ടണം. 10, 8, 18. പിന്നെ അപ് ടു 7000, 7000 രൂപ വരെ എന്ന് പറയുന്നത് 7000-ന് താഴെ വരെ ഉള്ളവരെല്ലാവരും അത് ഉൾപ്പെടും. 7000-വും അതിന് താഴെ ഉള്ളവരെല്ലാം അത് ഉൾപ്പെടും. അപ്പോൾ 18 വരെ നമ്മൾ കൂട്ടി 18, 6, 24. ഇനി അപ് ടു 8000, 8000 വരെ 24, 1, 25. ഇത് ഓഡ് നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് മിഡിൽ ഐറ്റം കാണണം. തങ്ങ് വായിക്കാം. 25 + 1 മീഡിയൻ ക്ലാസ്. മീഡിയൻ ഈക്വൽസ് 25 + 1/2th ഒബ്സർവേഷൻ. അതായത് 13th എന്താണ്? ഫാമിലി ഈസ് ദ മീഡിയൻ. 13th ഫാമിലീസ് earnings comes as the median income. അപ്പം 13ാമത്തെ ആൾ എത്ര രൂപയാണ് മേടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 5000 രൂപ വരെ 10 പേര്. ഇവിടെ നോക്കിക്കേ, 6000 രൂപ വരെ 18 പേര്. 13 ഇതിൻ്റെ അകത്ത് ഉൾപ്പെടത്തില്ലേ? അപ്പം മീഡിയൻ ഏണിങ്സ് എത്ര? 6000. അടുത്ത തന്നിരിക്കുന്നതിൻ്റെ മീഡിയൻ അതും 6000 തന്നെ. അപ്പോൾ എയുടെയും ബിയുടെയും ആൻസർ 6000 തന്നെ. ഓക്കെ,
അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 5 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.